ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-4 പരിശീലന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-22-23 കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പ്രശ്നങ്ങളുടെ പുറകിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറാത്ത ജീവിതമുണ്ടെങ്കിൽ അതിന് കാരണം പ്രഭാതത്തിൽ ദൈവത്തെ കൂട്ടുപിടിക്കുന്ന അവരുടെ നല്ല മനസ്സാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തകരാതെ തളരാതെ ഇരിക്കുന്ന ഒരുപാട് നല്ല ജന്മങ്ങളെ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അവരുടെ ജീവിതം എടുത്തൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ജീവിതത്തിൽ പ്രഭാതത്തിലൊരു ദിവ്യകാരുണ്യ പ്രഭാതമുണ്ട്. വൈകുന്നേരം അവർക്ക് തിരുഹൃദയ സായാഹ്നമുണ്ട്. പ്രഭാതത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വലിയ നിധി കൈവശപ്പെടുത്തിയതിന് ശേഷമേ അവരവരുടെ ശുശ്രൂഷകളിലേക്ക് പോകാറുള്ളൂ. ഞാൻ ഈ റെക്കോർഡിംഗ് സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പ് ആരാധനയുടെ മുമ്പിൽ പോയിരുന്നു. അവിടെ കുറച്ച് നല്ല അമ്മച്ചിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ആ പ്രാർത്ഥിക്കുന്നതിൽ 2 സെൻറ്റൻസ് എന്നെ വളരെയധികം സ്പർശിച്ചിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ സ്വീകരിച്ച മാമോദിസ എന്ന കൂദാശയുടെ ശക്തിയാൽ ഇന്ത്യ മുഴുവനും, ഈ ലോകം മുഴുവനും എല്ലാവരും സുവിശേഷം അറിയട്ടെ. എല്ലാ കുടുംബങ്ങളിൽ നിന്നും അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ. ഞങ്ങളുടെ മേൽ തളിക്കപ്പെട്ട മാമോദിസ ജലത്തിൻ്റെ ശക്തിയാൽ ഈ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തട്ടെ. എന്നെ വളരെയധികം സ്പർശിച്ച ഒരു സെൻറ്റൻസുകളത്. ഞങ്ങൾ സ്വീകരിച്ച മാമോദിസ എന്ന കൂദാശയുടെ ശക്തിയാൽ ലോകം മുഴുവനും സുവിശേഷം അറിയട്ടെ. എല്ലാ കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥത വിട്ടുപോകട്ടെ. ഞങ്ങളുടെ മേൽ തളിക്കപ്പെട്ട മാമോദിസ ജലത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിയമങ്ങളെല്ലാം ദൈവ സന്നിധിയിലെത്തട്ടെ. ജീവിതത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ ഉൾക്കാഴ്ചയത്, അതായത് കത്തോലിക്ക സഭയാകുന്ന നമ്മുടെ അമ്മ തൻ്റെ മക്കളെ പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് മാമോദിസ എന്ന കൂദാശ വഴി എടുത്തു വെച്ച് പിതാവ് നമ്മളെ മാറോട് ചേർത്ത് പിടിച്ച് സ്വന്തം മക്കളാക്കി ജീവിതത്തിൻ്റെ അവസാനം വരെ പടപൊരുതേണ്ട എല്ലാ ആയുധങ്ങളും സഭയിലൂടെ നമുക്ക് നൽകി നമ്മെ വളർത്തുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് നോർത്ത ദൈവമേ നന്ദി എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഇതിൽ വളരെയധികം സ്പർശിച്ച കത്തോലിക്ക സഭയിൽ, അതായത് സീറോ മലബാർ സഭയിൽ സർവാധിപനാം കർത്താവെന്ന് പ്രാർത്ഥന പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. സകല സൗഭാഗ്യങ്ങളും നന്മകളും മുടിച്ചുകൂടി നിൽക്കുന്ന സഭ. സകല സൗഭാഗ്യങ്ങളും നന്മകളും മുടിച്ചുകൂടി നിൽക്കുന്ന സഭ. ഞാൻ എവിടെയെങ്കിലേക്കും സുവിശേഷ വചനം പ്രസംഗിക്കാനായിട്ട്, വചനം പങ്കുവയ്ക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നമുക്ക് എത്ര അമ്മമാരുണ്ട്? അവർ പറയും നമുക്ക് പരിശുദ്ധ അമ്മയുണ്ട്, പെറ്റമ്മയുണ്ട്. അടുത്തത് അവർക്ക് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് ചിലവർക്ക് ചില സ്ഥലങ്ങളിൽ തോന്നാറുണ്ട്, ചില സ്ഥലങ്ങളിൽ അവർ പറയാറുണ്ട്. മൂന്നാമത്തെ ഒരു അമ്മയാണ് തിരുസഭയാകുന്ന അമ്മ. എത്ര അധികം ഫിക്സഡ് ഡെപ്പോസിറ്റ് നിൻ്റെ കയ്യിലുണ്ടായാലും, എത്ര സ്ക്വയർ ഫീറ്റ് വീട് നീ പണിതാലും, എത്ര വാഹനങ്ങൾ നിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടായാലും, എത്രയധികം ജീവിതത്തിൽ ആസ്തി ഉണ്ടായാലും, നിനക്ക് കിടക്കാനുള്ള 6 അടി മണ്ണ് അവസാനം തരുന്നത് കത്തോലിക്ക തിരുസഭയാകുന്ന അമ്മയാണ്. അതുകൊണ്ട് കത്തോലിക്ക തിരുസഭയാകുന്ന അമ്മയോട് സ്നേഹമുള്ള, കൂറുള്ള ഒരു മനോഭാവം നമ്മിൽ ഉണ്ടാകണം. അത് നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വേണം. സഭയോട് സ്നേഹം വേണം. കാരണം അവസാനത്തെ അമ്മയുടെ മാറിടത്തിലാണ് അവസാനം നീ തലചാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ നമ്മുടെ വീട്ടിൽ വയ്ക്കുള്ളൂ, 3-4 ദിവസം. അത് കഴിഞ്ഞാൽ അവർ പറയും ജോലിക്ക് പോകാനുണ്ട്, തിരക്കുണ്ട്, ഈ ആളെ അടക്കിയിട്ട് വേണം പോകാനായിട്ടെന്ന്. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ, സകല സൗഭാഗ്യങ്ങളും നന്മകളും മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഒരു വിശ്വാസിക്ക് അവരുടെ അവസാനം വരെ പോരാടുമ്പോൾ ഉപയോഗിക്കേണ്ട എല്ലാ ആയുധങ്ങളും എല്ലാ കാര്യങ്ങളും സഭയിൽ നിറച്ച് വച്ചിട്ടുണ്ട്.
അത് ഒരു വ്യക്തി മാമോദിസ ജലത്തില് മാമോദിസ എന്ന കുദാശ വഴി പിതാവിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിത്തീർന്ന് സഭയിൽ അംഗമായിത്തീർന്ന് അന്ന് തുടങ്ങി കൂദാശകൾ വഴി സ്ഥൈര്യലേപനം അതുപോലെ വിശുദ്ധ കുർബാന എല്ലാ കൂദാശകളിലും ദൈവം നിറച്ചു വച്ചിരിക്കുക ഈ പോരാട്ടത്തിന് ആവശ്യമായിട്ടുള്ള ആത്മീയ പോരാട്ടത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. നമ്മൾ ഓർത്തു നോക്കിയേ, സ്ഥൈര്യലേപനം എന്ന കൂദാശ പരിശുദ്ധാത്മാവായി ദൈവം നിയന്ത്രിക്കുന്ന ജീവിതം എത്ര സുന്ദരമാണെന്ന് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവായി ദൈവം നമ്മെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചോളും. ഒരുപാട് സന്തോഷം, ഒരുപാട് ആനന്ദം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ജീവിതത്തിൽ. സഭയാകുന്ന അമ്മ സ്ഥൈര്യലേപനം എന്ന കൂദാശ ഒരുക്കി വെച്ചിരിക്കുക മക്കൾ തളരാതിരിക്കാൻ, മക്കൾ തളർന്നു വീഴാതിരിക്കാൻ. സ്ഥൈര്യലേപനം കുമ്പസാരം എന്ന കൂദാശ എടുത്തു നോക്കി, കരുണക്കട. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് വ്യക്തികളുടെ സൗഖ്യങ്ങൾ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ് കുമ്പസാരം എന്ന കൂദാശയുടെ വലിയ അത്ഭുതം. അതൊരു വലിയ അത്ഭുതം, വലിയ കരുണയുടെ കൂടാരം തന്നെയാണ് കുമ്പസാരം എന്ന കൂദാശ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോഴേക്കും കുമ്പസാരം എന്ന കൂദാശ നമ്മൾ ഓർത്തു വയ്ക്കി കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാരണന്മാരൊക്കെ എത്രയോ ഭക്തിയോടും എത്രയോ വിശുദ്ധിയോടും എത്ര പ്രാവശ്യം ഒരുങ്ങിയൊക്കെയും വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കും. ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം, കുമ്പസാര കൂടിന് അടുത്ത് നിൽക്കുന്ന അവരുടെ മനോഭാവം, അവരുടെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം അവരുടെ മനസ്സ് നിറയെ സ്നേഹമായ ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് അനുതപിച്ച് നിൽക്കുന്ന ഒരു മനോഭാവം. ഇന്ന് പലപ്പോഴേക്കും കുമ്പസാര കൂടിന് അടുത്ത് നിൽക്കുന്ന ആ ഒരു നിൽപ്പ്, ആ പോസ്റ്റർ, അതിൻ്റെ ആ ഒരു നിൽപ്പ് കണ്ടാൽ അറിയാം നമുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി അതൊരു ഈ വിശുദ്ധ കൂദാശയിൽ കിട്ടുന്ന അനുഗ്രഹം, അതിൻ്റെ വില കൊടുക്കാതെ നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി കുറിക്കാൻ ദൈവം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയെ ചതിച്ചു. എന്നെ നേരിൽ കണ്ട അനുഭവം. ഒരാൾ ചതിച്ചപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിറയെ മുറിവുണ്ടായിരുന്നു. ആ മുറിവ് മുഴുവൻ സ്റ്റിച്ചിട്ടിട്ടാണ് ഞാനും ഉണ്ടായിരുന്നു ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നത്. ഞാനും ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നു, കൈ മുഴുവൻ സ്റ്റിച്ചിട്ട് വന്നിരിക്കുക. വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞപ്പോഴേ ഒരൊറ്റ സ്റ്റിച്ചില്ലാതെ അത് മുഴുവൻ ഹീൽ ചെയ്ത് പോയത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് അലർജി അസുഖങ്ങൾ വിട്ടുപോകുന്നത് വിശുദ്ധ കുമ്പസാരം കഴിയുമ്പോൾ ഒരുപാട് അലർജി അസുഖങ്ങൾ, മാനസിക മേഖലയിലുള്ള എല്ലാ അസ്വസ്ഥതകൾ എല്ലാം വിട്ടുപോകുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പല പ്രാവശ്യം ഒരു ഗവൺമെൻറ് എക്സാം എഴുതിയിട്ട് ജയിക്കുന്നില്ല. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഈശോ പറഞ്ഞു, വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ക്ഷമയുടെ മേഖല പൂർത്തിയാക്കി കഴിഞ്ഞാൽ എക്സാം പാസ്സാവുമെന്ന് കൃത്യമായിട്ട് കർത്താവ് സ്വരം നിന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വിശുദ്ധ കുമ്പസാരത്തിൽ മനസ്സിൻ്റെ എല്ലാ മേഖലകളും ആത്മാവിൻ്റെ എല്ലാ പാപത്തിൻ്റെ മേഖലകൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് കരുണ യാചിച്ചാൽ ഈ എക്സാം പാസ്സാവുന്നു കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞ കാര്യം കർത്താവ് അടിവരയിട്ടു. ആ കുമ്പസാരം കഴിഞ്ഞ് പിറ്റേ ദിവസം പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോഴും നല്ല മാർക്കോട് 5-6 പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാവാത്ത എക്സാം മനോഹരമായിട്ട് കർത്താവ് നല്ല മാർക്ക് കൊടുത്ത് കർത്താവ് അത് അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ ഈ കുർബാനയിൽ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ യോഗ്യതയോട് സ്വീകരിക്കാനായിട്ട് കത്തോലിക്ക സഭ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല വേദിയാണ് വിശുദ്ധ കുമ്പസാരം. പരിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോട് സ്വീകരിക്കാത്തത് കാരണം പരിശുദ്ധ കുർബാന അഭിഷേകമായി മാറാത്തത്. നമ്മെ നയിക്കാൻ ചരിത്രം നയിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ചരിത്രം നയിക്കുന്ന കർത്താവ്, ഭൂമിയെ നയിക്കുന്ന കർത്താവ്, സർവത്തിൻ്റെ അധിപനായ കർത്താവ് ഒരു ദൈവ പൈതൻ്റെ, ഒരു ദൈവ കുഞ്ഞിൻ്റെ, ഒരു ദൈവ മകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അതെങ്ങനെ ഏത് കാര്യത്തിൽ എങ്ങനെ പോകണമെന്ന് കർത്താവ് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-20 നീ പോകേണ്ട വഴി കർത്താവ് പറഞ്ഞു തരും. പക്ഷേ ഈ സ്വരം കേൾക്കണമെങ്കിൽ, ദൈവ സ്വരം കേൾക്കണമെങ്കിൽ ശുദ്ധമായ മനസ്സ്, ശുദ്ധമായ ആത്മാവ്, ശുദ്ധമായ ശരീരം വേണം. ഇതിന് കത്തോലിക്ക സഭ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ സമ്പത്താണ് വിശുദ്ധ കുമ്പസാരം. ഇറക്കിയാണ് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ്, അവന് ജോലി അമേരിക്കയിലേക്ക് പോകണം, വിസ വരുന്നില്ല. അപ്പം ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് വഴിയിൽ വെച്ചോ എന്നെ കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം വിശുദ്ധ കുമ്പസാരം നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കാൻ പറഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഏറ്റു പറഞ്ഞു കുമ്പസാരിച്ചിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് ഈവനിങ്ങിൽ അവൻ വിശുദ്ധ കുമ്പസാരം ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം പിറ്റേ ദിവസമായപ്പോഴേക്കും അവന് ആ വിസയുടെ തടസ്സങ്ങളൊക്കെ മാറി. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കരുണ ഒഴുകുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകാൻ സഭ നിറച്ചു വെച്ച, സഭ നമുക്ക് തരുന്ന വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുമ്പസാരം.
അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ പല കാര്യങ്ങളിലൊക്കെ ഈശോയ്ക്ക് ഈശോയുടെ അടുത്തിരുന്ന് നന്ദി പറയാനിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആരാധനയിലേക്ക് നന്ദി പറയാൻ, ഈശോയെ ഈ അനുഗ്രഹത്തിന് നന്ദിയിട്ടാ, ഇങ്ങനെ കാര്യം ചെയ്തതിന് നന്ദിയിട്ടാ എന്ന് പറയാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു തരുന്ന പ്രാർത്ഥനയാ സിറോ മലബാർ സഭയിലെ കൂദാശ വചനങ്ങൾ കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന. അത് ഇപ്രകാരമാണ്: നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഓരോ വാക്കും പ്രധാനപ്പെട്ട ദൈവമക്കളെ. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം. ഒന്ന് ആലോചിച്ച് നോക്കി, കർത്താവിൻ്റെ സ്നേഹത്തിൽ അപ്പുറം തരാൻ ഒന്നുമില്ല ഒരു ദൈവത്തിന്. നമ്മെപ്പോലെ ഒരുവനായി ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ച കർത്താവ്, അതെനിക്കും നിങ്ങൾക്കും വേണ്ടി. ഇതിനേക്കാൾ അപ്പുറം നമ്മൾ ഒന്ന് ആലോചിക്കും. നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി ജനിച്ച്, നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി മരിച്ച്, നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന കർത്താവ്. എന്നാലോചിക്കുക, ഈ ഒരു സ്നേഹം ഈ ഭൂമിയിൽ ആർക്കും തരാൻ പറ്റില്ല. ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു അമ്മയുടെ ഭാവം, ഒരപ്പൻ്റെ ഭാവം, ഒരു ചേട്ടൻ്റെ ഭാവം, ഒരു അനുജത്തിയുടെ ഭാവം, ഒരു അനുജൻ്റെ ഭാവം എല്ലാം കർത്താവിന് തരാൻ പറ്റും. അത് കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. എല്ലാ വിധത്തിലുള്ള മേഖലകളിലും അനുഗ്രഹിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം സൃഷ്ടിച്ചവൻ ഈശോ, സൃഷ്ടിച്ചവൻ ദൈവമാ, അവന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ കർത്താവിൻ്റെ ഈ ഒരു സിറോ മലബാർ സഭയിലെ വാക്കുകൾ കർത്താവ് ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയാണ്. നന്ദി പറയും ഈശോ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥന ഇതാ: നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും. ഇവിടെ വിശുദ്ധ കുമ്പസാരം എന്ന അധപതിച്ചുപോയ പാപത്തിന് അടിമപ്പെട്ട് കിടന്ന ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ പാപത്തിൽ മരിച്ച ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ച ദൈവപുത്രൻ ഈശോ. നോക്കിയ സ്നേഹം ഈ വരികളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. ഞാൻ ആലോചിക്കുകയാണ്, ഈ അവസാനത്ത് ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. പല വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു പ്രശ്നമുണ്ട്: നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല സിസ്റ്റർ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു, ക്ഷമിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോൾ കർത്താവ് ക്ഷമിക്കാനുള്ള, ഈ കുരിശിൽ കിടന്ന് ക്ഷമിച്ചവനെ ക്ഷമിക്കാൻ കൃപ തരാൻ പറ്റുള്ളൂ, ക്ഷമിക്കാനുള്ള കൃപ തരാൻ. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി യോഗ്യതയോട് വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ തിരുവോസ്തി നാവിൽ വെക്കുമ്പോൾ ഈശോയോട് ചോദിക്കണം: ഈശോയെ, കുരിശിൽ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ഇത് കൃപയായിട്ട് കർത്താവ് തരും. അപ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്, ഏതെങ്കിലും വ്യക്തികൾ നമ്മളറിയാത്ത കാര്യത്തിന് നമ്മളെ വിഷമിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ നിന്ന് പോകാനായിട്ടുള്ളൊരു വിഷമം. അത് ഈശോ ആ കൃപ തരുന്ന പരിശുദ്ധ കുർബാന. കാരണം തിരുവോസ്തിയോളം ഒരു ചെറിയ അപ്പമായിട്ട് താണിറങ്ങുന്ന ദൈവം. നമ്മളൊന്ന് ആലോചിക്കുക, ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും ഞാനടക്കം എത്ര യോഗ്യതയോടാണ് ഈശോയെ സ്വീകരിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കുക. അത്രയും കർത്താവ് അതൊന്നും നോക്കുന്നില്ല, കർത്താവിന് അതൊന്നും വിഷയമില്ല. കർത്താവിന് സ്നേഹവും കാരുണ്യമാണ്. അപ്പോൾ ഈശോ ഓരോ പാപികളും ബലഹീനരും ഒന്നുമല്ലാത്തവരുമായ നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോ എടുക്കുന്ന ക്ഷമയുടെ, കർത്താവിൻ്റെ ക്ഷമ അത് ചോദിച്ചു വാങ്ങുമ്പോൾ ഈശോ ഈ ക്ഷമ കൃപയായിട്ട് തരും. അപ്പോൾ അതിനാൽ തന്നെ മറ്റുള്ള വ്യക്തികളോട് ഇടപെടലുകളിൽ ഈ വിശുദ്ധ കുർബാന യോഗ്യതയോട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ അതുപോലെ തന്നെ ഈശോ കാല് കഴുകിയത് ഈശോയോട് പറയണം: ഈശോയെ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരുവോസ്തിയിലിരിക്കും, ഇന്ന് കാണുന്നവരുടെ കാല് കഴുകാനുള്ള കൃപ തരണ കർത്താവേ. എല്ലാ സൗഭാഗ്യങ്ങളും ഈ സഭയാകുന്ന അമ്മയെ നിറച്ചു വച്ചിട്ടുണ്ട്. ഈ സൗഭാഗ്യങ്ങൾ നമ്മൾ ഒന്ന് ആസ്വദിച്ചാൽ മതി. ഈ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരിയായാൽ മതി. ബാക്കി കൃപകൾ കർത്താവ് നയിച്ചോളും. നിത്യതയിലേക്ക് കർത്താവ് നമ്മളെ ഒരു പോറലും ഏൽക്കാതെ കാത്തു സൂക്ഷിച്ചുകൊള്ളും. പ്രിയ സഹോദരങ്ങളെ, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ ഈശോ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ
ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിർത്തേണ്ടതിന് ഞാൻ ഈ ആലയം തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. സഭ തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. കത്തോലിക്ക സഭ തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ വലിയൊരു നിധിയുടെ ഓർമ്മപ്പെടുത്തൽ. അത് ഇപ്രകാരമാണ്. ആദ്യത്തെ ആ വചനങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. രാത്രി കർത്താവ് സോളമനെ പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ബലിയർപ്പിക്കാൻ ദൈവം ആലയം തെരഞ്ഞെടുത്ത് തൻ്റെ മക്കളുടെ കണ്ണുനീരും തൻ്റെ മക്കളുടെ സങ്കടങ്ങളും അതിന് ഉത്തരം തരാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ബലിയർപ്പിക്കാനുള്ള സ്ഥലമാണ്. നമുക്കറിയാം എവിടെ ബലിയർപ്പിക്കാന്നുള്ളത്. ദേവാലയങ്ങളിൽ, നമ്മുടെ ഇടവപ്പള്ളിയിലൊക്കെ ബലിയർപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ബലിയർപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്റെ സങ്കടങ്ങൾ നീ അൾത്താരയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം ഇപ്രകാരം നിന്നോട് ഓർമ്മപ്പെടുത്തുന്നു, ഇപ്രകാരം നിന്നെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കുക. അതായത് ഇങ്ങനെ പറയുന്ന, എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിർത്തേണ്ടതിന് ഞാൻ ഈ ആലയം തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. ഓർക്കാണ് നമ്മുടെ ദേവാലയങ്ങളിലേക്ക് അവസ്ഥകൾ. നമ്മൾ ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് വല്ല വിശുദ്ധ കുർബാന പ്രത്യേക ആഘോഷം ഉണ്ടാകുന്ന അവസരങ്ങളിൽ, അതായത് വിവാഹാഘോഷമായിരിക്കാം, അല്ലെങ്കിൽ മാമോദിസ ആഘോഷമായിരിക്കാം, അത് കഴിഞ്ഞ് നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ദേവാലയങ്ങൾ കയറി ഇതിന് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ കഴിഞ്ഞ ദേവാലയം എന്നത് ദൈവത്തിൻ്റെ തീക്കട്ട, തമ്പുരാൻ്റെ തീക്കട്ടയായ അൾത്താരയും തമ്പുരാൻ്റെ തിരുരക്തം ഒഴുകുന്ന അൾത്താരയും അതിൻ്റെ പരിസരങ്ങളും എത്രമാത്രം വിശുദ്ധിയുള്ളതായിരിക്കണം. വിശുദ്ധിയും അശുദ്ധിയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും അഭിഷേകം ഉണ്ടാവുകയില്ല. പലപ്പോഴും ഞാൻ ദേവാലയങ്ങളിലെ അവസ്ഥകൾ കണ്ട് സങ്കടപ്പെടുന്ന ഒരു സിസ്റ്ററാണ്. എനിക്ക് വേദന തോന്നാറുണ്ട്. ഈ മനോഹരമായിട്ടുള്ള, അതായത് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ കൂദാശകളുടെ അർപ്പണം കഴിഞ്ഞ്, വിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞാൽ പിന്നെ നാട്ടുവിശേഷവും വീട്ടുവിശേഷവും പറയുന്ന ഒരു സ്ഥലമായി മാറുന്നു ദേവാലയങ്ങൾ. വിശുദ്ധമായ ദേവാലയങ്ങൾ വിശുദ്ധിയുള്ളതാക്കി സൂക്ഷിച്ചില്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി കണ്ട ഒരു അനുഭവമാണ്. വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുക, അച്ഛൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക സമയത്ത് ഒരു ചേച്ചിയെ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ബലിയർപ്പിക്കാനായി തെരഞ്ഞെടുത്ത ആലയത്തിൽ ഈ വിധത്തിലുള്ള അശുദ്ധി നിറഞ്ഞു നിന്നാൽ ആ ആലയത്തിൽ അവിടെ അഭിഷേകം ഉണ്ടാവുകയില്ല. തമ്പുരാൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ അവിടെ അത് തടഞ്ഞു നിർത്തേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ദേവാലയങ്ങളിലുള്ള നമ്മുടെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, നിൽപ്പ്, ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നത് അത് അപ്പനും അമ്മമാരും അത് കാണിച്ചു കൊടുക്കുന്ന, മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്നത് മാതിരിയാണ്. എൻ്റെ ജീവിതത്തിലൊക്കെയും ഞാൻ കൈകൂപ്പി നിൽക്കാൻ പഠിച്ചത് എൻ്റെ അപ്പനും അമ്മയും കൈകൂപ്പി നിൽക്കുന്നത് അവർ ദേവാലയത്തിൽ നിൽക്കുന്ന അവരുടെ പോസ്റ്റർ, അവരുടെ നിൽപ്പ് ഞാൻ കണ്ടിട്ടാണ് ഞാനും കൈകൂപ്പാൻ പഠിച്ചത്. അപ്പനമ്മമാരും കൈകൂപ്പുന്ന ഒരു വ്യക്തികളാണെങ്കിൽ, അപ്പനമ്മമാരും മുന്നോട്ട് കയറി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും മുമ്പിൽ നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വ്യക്തിയാണ്, തീർച്ചയായിട്ടും മക്കൾ ആ പാതയിലൂടെ തന്നെയായിരിക്കും. ഓർക്കാണ് ഈ ചില കുഞ്ഞുങ്ങളൊക്കെയും കയ്യും കെട്ടി തൂണും ചാരി, ചില വ്യക്തികൾ പറയും, ഒരു കഴിഞ്ഞ ദിവസം അവർ പങ്കുവെച്ചതാ, ചില ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അവർ പറഞ്ഞതാ, സിസ്റ്റർ മോണ്ടകത്ത് കുറേ പേര് നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. മോണ്ടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവാലയം കഴിഞ്ഞിട്ട് പുറത്തുള്ള സ്ഥലം, മോണ്ടകത്ത് കുറേ പേര് നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അത് കണ്ടിട്ട് ആ ചേട്ടന് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തോന്നുന്നില്ല എന്ന്. മോണ്ടകത്തിൽ നിൽക്കുന്നവരെ കണ്ടിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കുന്നത് അത് ആ ചേട്ടൻ്റെ തെറ്റാണ്. മോണ്ടകത്തിൽ നിൽക്കുന്നവരെ അല്ല നോക്കേണ്ട, ദൈവത്തെ പരിശുദ്ധ സക്രാരിയിരിക്കുന്ന കർത്താവിനെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ഈ വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് പല യാത്രകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പല വ്യക്തികളും പള്ളിക്ക് പുറത്തു നിന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് അതാ പറയണേ, മഴ അനുഗ്രഹം കിട്ടാതിരിക്കാൻ എന്താ കാരണം? ദൈവസന്നിധി നീ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം എന്താ? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം. എന്നാൽ അതിന് തിരിച്ച് വേറെ കാര്യങ്ങളുണ്ട്. തിരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത്
സഭയാകുന്ന അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നല്ല വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയും, ആ ജീവിതത്തിൽ മുഴുവൻ കർത്താവിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ചേർന്ന് സഭയോട് ചേർന്ന് ഒരു ദിവസം 12 ജപമാലയ്ക്ക് ചെല്ലുന്ന ഒരു വ്യക്തി. പണിയില്ലാഞ്ഞിട്ടൊന്നല്ല, ജോലിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ കുദാശകളെ കൂട്ടിപ്പിടിച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കർത്താവ് കൊടുത്ത അനുഗ്രഹങ്ങൾ, അദ്ദേഹം മക്കളൊക്കെ നല്ല നിലയിലായി, നല്ല ജോലി ലഭിച്ചു, അവരെ മക്കളൊക്കെ നല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് വീടൊക്കെ നല്ലതാക്കി ഇന്നും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുസഭയാകുന്ന അമ്മ തരുന്ന സൗഭാഗ്യങ്ങൾ ഏറ്റവും മനോഹരമായ, അത് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിതം ലഹരിയാക്കി ജീവിക്കുന്ന ഒരുപാട് ജന്മങ്ങളെ നോക്കി കർത്താവ് പറയും, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അതുകൊണ്ട് പല തലമുറകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളൊക്കെ എടുത്ത അനുസരണക്കേടിൻ്റെ അരൂപി, അതുപോലെ തന്നെ വഴക്കിൻ്റെ അരൂപി, പരസ്പരം അംഗീകരിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സഭ തരുന്ന ആ സൗഭാഗ്യങ്ങളെ ആസ്വദിക്കുന്നുണ്ടോ, അതിന് ദൈവിക സംവിധാനങ്ങളോട് കൃത്യമായിട്ട് നമ്മൾ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വചന ശുശ്രൂഷയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ പരിശുദ്ധ അമ്മ ഒരു ഈശോയെ ചമ്മട്ടിയടിയായിട്ട് പിലാത്തോസിൻ്റെ അരമല വെച്ച് ചമ്മട്ടിയടിയായിട്ട് ഈശോ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം കണ്ടാൽ ശ്രദ്ധിച്ചാൽ കാണും, അമ്മ ഒരു തുണിയെടുത്ത് ആ ഈശോയുടെ തിരിച്ചോര മുഴുവൻ ഒപ്പിയെടുക്കുന്ന അവസ്ഥ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ് ഈ ഒരു കർത്താവിൻ്റെ തിരുരക്തം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന്, കർത്താവിൻ്റെ അൾത്താറ് എത്രത്തോളം വിലപ്പെട്ടാണെന്ന്. ദൈവിക കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്താൽ, ദൈവിക സംവിധാനത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. ദേവാലയത്തിൻ്റെ വിശുദ്ധി അത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ എല്ലാ കുദാശകളോടും നമ്മുടെ ജീവിതത്തിലെ സഹകരണം. ചില വീടുകളിലേക്കും പോകുമ്പോൾ എത്ര വർഷമായി വിശുദ്ധ കുമ്പസാരം, അത് 10 വർഷമായി, ഇത്ര വലിയ കാര്യമുള്ള കാര്യമല്ല. അത് കർത്താവിൻ്റെ കാര്യങ്ങളെ വിലയുള്ളതാക്കി കാണാതിരുന്നാൽ അങ്ങനത്തെ കുടുംബങ്ങൾ തന്നെ നമുക്കറിയാം. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ അവരുടെ അവസ്ഥകൾ, അതായത് ശരീരം, മനസ്സ്, ആത്മാവിൻ്റെ മേഖലകളിൽ അനുഗ്രഹക്കുറവ് നമുക്ക് അത് പെട്ടെന്ന് അത് ഫീൽ ചെയ്യും നമുക്ക് അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹം വേണോ, കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുക. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ, കത്തോലിക്ക സഭയാകുന്ന അമ്മയോട് ചേർന്ന് നിൽക്കുക. സഭ തരുന്ന സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുക. സഭ തരുന്ന എല്ലാ നിധികളും, അതായത് സഭയിലൂടെ തരുന്ന എല്ലാ കൂദാശകളോടും സ്നേഹത്തോടെ സഹകരിക്കുക, അതിന് പ്രത്യുത്തരം കൊടുക്കുക. അങ്ങനെയുള്ള ജീവിതങ്ങൾ ഒരിക്കലും തകർന്നു പോവുകയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ കയറുമ്പോൾ അവിടെ വഴക്ക് നടക്കുന്നതിൻ്റെ കാരണം ദിവസങ്ങളായി കുമ്പസാരിച്ചിട്ട്, ദിവസങ്ങളായി വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് ഒരു തകർച്ച ജീവിതത്തിൽ വരുമ്പോൾ സമചിത്തതയോടെ നേരിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിനെ പ്രഭാതത്തിൽ ശിഷ്യനെ എന്ന പോലെ നിന്റെ ജീവിതത്തെ ഞാൻ അഭ്യസിപ്പിക്കും. ഇന്നത്തെ ബലഹീനതകൾ എങ്ങനെ സ്വീകരിക്കണം, ഇങ്ങനത്തെ ബലഹീനതകളിൽ എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്ന് കർത്താവ് തിരുവോസ്തിയിലൂടെ വരുന്ന തിരുവോസ്തിനാഥൻ നമ്മളെ പരിശീലിപ്പിക്കും. കർത്താവ് ശക്തി തരും. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കുദാശകളോട്, സഭ തരുന്ന എല്ലാ സംവിധാനങ്ങളോട് സഹകരിക്കുവാനായിട്ട്, സഭയുടെ അനുഗ്രഹ മുത്തുകളായി മാറാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കത്തോലിക്ക തിരുസഭയാകുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിലൂടെ ദൈവം തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭ തരുന്ന എല്ലാ ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാൻ, പ്രത്യേകിച്ച് വിശുദ്ധ കൂദാശകൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്വീകരിച്ച് അഭിഷേകമുള്ള നല്ല മക്കളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രഭാതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരിക്കലും തകർന്നു പോകുകയില്ല. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ വില കൊടുക്കുന്നവരാകുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിതം മുഴുവൻ സഹയാത്രികനായിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് കൊതിയോടെ വരുന്ന കർത്താവിനെ യോഗ്യതയോടെ സ്വീകരിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ കൺട്രോള് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട മക്കളാവാൻ ദേശത്തിനും നാടിനും കുടുംബത്തിനും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.